നമ്മൾ പലപ്പോഴും ലോകത്ത് മുഴുവൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പോ വലിയ ചേഞ്ചുകൾ ഉണ്ടാകുന്നതിന് മുമ്പോ അതിനനുകൂലമായിട്ടുള്ള ഒരു സാംസ്കാരിക പരിസരം രൂപപ്പെടാറുണ്ട്. അത് പലപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന പല കലാരൂപങ്ങളും അതിന് സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ നാടകങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഏതൊക്കെ കലാരൂപങ്ങളാണ് വൈറലാകുന്നത്, അത് ആർക്ക് അനുകൂലമായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ ട്രെൻഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ തന്നെ വളരാനുള്ള ഒരു വളക്കൂറുണ്ടായി മാറിയത് KPSCയുടെ നാടകങ്ങളും അതുപോലെ നാടകഗാനങ്ങളും ഒക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക പരിസരം ഒരുക്കിയത്. പക്ഷേ കഴിഞ്ഞ 10-20 കൊല്ലങ്ങളായിട്ട് CPM അടക്കമുള്ള സംഘടനകൾ അത്തരത്തിലുള്ള സാംസ്കാരിക പരിസരത്ത് നിന്ന് മാറുകയും പകരം ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകൾക്കൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്തു കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ CPMന് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ 10-20 കൊല്ലത്തേക്ക് ഈ സാംസ്കാരികമായ ഇടപെടലുകൾ നടത്താത്തതിനെക്കുറിച്ച്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെ പല പാട്ടുകളൊക്കെ വൈറലാകാറുണ്ട്. അതും ഇലക്ഷനെ ചെറുതായിട്ടെങ്കിലും സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു ഗാനം വൈറലാവുകയും അത് ജനങ്ങളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുകയും യഥാർത്ഥത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ടെങ്കിലുമുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പല പുതിയ ആശയങ്ങളോട് ഐഡിയോളജികളോട് പലപ്പോഴും രാഷ്ട്രീയത്തോടൊക്കെ തന്നെ വിമുഖതയുള്ളവരാണെന്ന് പറയുമ്പോഴും വേടൻ്റെ പാട്ടുകളൊക്കെ തന്നെ വളരെ വൈറലാകുന്നതും അതിലെ വരികളൊക്കെ തന്നെ ആളുകളെ സ്വാധീനിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിലും ചില പാട്ടുകൾ കോൺഗ്രസിൻ്റെയും VD സതീശൻ്റെയും UDFൻ്റെയും ഒക്കെ സ്വപ്നങ്ങളെ കെടുത്തിക്കളയാൻ തക്ക ശക്തിയുള്ള പാട്ടുകൾ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ വയനാട് ഫണ്ട് എന്ന് പറയുന്നതും വയനാട് ഫണ്ട് മുക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത് പലപ്പോഴും LDF അടക്കം ഇടതുപക്ഷം കൃത്യമായിട്ട് അല്ലെങ്കിൽ CPM അടക്കം വലിയൊരു ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന വലിയൊരു ആരോപണമായി കൂടി മാറുന്നു. അത് ഏതാനും ചില പാട്ടുകളിലൂടെയാണ്. ആ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് രാജു P നായരിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം. അവരും കൂടി കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലേറ്റവും ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് കല എന്ന് പറയുന്ന കുവൈത്തിലെ ഒരു സംഘടന. അവർ വലിയ തോതിൽ ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ അവർ യഥാർത്ഥത്തിൽ ഒരു വീടിനകത്ത് വന്നിരുന്നു, ഒരു റൂമിനകത്ത് വന്നിരുന്ന് എല്ലാവരും കൂടി വെറുതെ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടെന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഭക്തിഗാനമായിട്ടുള്ള 30 മുക്കോടി ദൈവങ്ങളെല്ലാം എന്ന് പറയുന്ന ഒരു പാട്ട്, വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിൻ്റെ അതേ ട്യൂണിൽ ആയിട്ടാണ് ഈ പറയുന്ന പോലെ ഈ പാട്ട് വന്നിട്ടുള്ളത്. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: 30 മുക്കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള വിമർശനമാണ്. ആളുകൾക്ക് ഏറ്റുപാടാൻ തോന്നുന്നൊരു കാര്യമാണ്. ഇത് വൈറലായി കഴിഞ്ഞു. ഇപ്പം തന്നെ കേരളമാകെ അലയടിക്കുന്നൊരു ഗാനമാണ്. അത് കഴിഞ്ഞ തവണത്തെ കലാശക്കൊട്ടിന് യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ ആളുകൾ നിറഞ്ഞാടുകയും കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും LDF പ്രവർത്തകരൊക്കെ തന്നെ വെക്കുകയും ചെയ്തിട്ടുള്ളൊരു ഗാനമാണ്. ആ ഗാനത്തിൻ്റെ ഏതാനും ചില വരികൾ ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇതാണ് ആ വരികൾ. വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ പണ്ട് വീട് 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 കോൺഗ്രസ് നിങ്ങൾ തിരിച്ചതല്ലേ നഗർമാരെന്നു വിചാരിക്കല്ലേ പണ്ട് വീട് 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 കോൺഗ്രസ് നിങ്ങൾ തിരിച്ചതല്ലേ നഗർമാരെന്നു വിചാരിക്കല്ലേ പാടി പറഞ്ഞു നടന്നു നുണകൾ എന്നിട്ടുമേറ്റില്ല കേരള നാട്ടിൽ ഇടതിൻ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ. ഇതാണ് ഫണ്ടെവിടെ വീടെവിടെ കോൺഗ്രസ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ ഗാനം. ഇതാണ് ആദ്യത്തേത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയേണ്ടത് അടുത്തൊരു ഗാനം കൂടിയാണ്. അത് ടൊവിനോ നായകനായിട്ടുള്ള അജയൻ്റെ 2ാം മോഷം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ട്. അങ്ങ് വാനക്കോണിൽ
മിന്നി നിന്നൊരമ്പിളി എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. അങ്ങ് വാനക്കോണിൽ മിന്നി നിന്നൊരമ്പിളി എന്ന് പറയുന്ന ആ ഗാനത്തിൻ്റെ ട്യൂണിൽ വളരെ നിശ്ചിതമായിട്ടുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അടങ്ങിയിട്ടുള്ള മറ്റൊരു പാട്ട് കൂടിയുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴേക്കും ആർക്കും തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് യഥാർത്ഥ കോൺഗ്രസ്സുകാർ പോലും എത്തിച്ചേരും, സാധാരണ ജനങ്ങൾ പോലും എത്തിച്ചേരും എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ആ പാട്ടിൻ്റെ ഏതാനും ചില വരികൾ കൂടി കേൾക്കാം. അങ്ങ് ചൂരൽ മലയില് മാറി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. അങ്ങ് ചൂരൽ മലയില് മാറി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. മണ്ണടിഞ്ഞു പോയവരെ വിറ്റു തിന്ന വഞ്ചകർ, കണ്ണിൽ ചോരയറ്റവർ, ഫണ്ടു കട്ടവർ, ജീവൻ വെടിഞ്ഞൊരുടെ പേരിലും കിശ വീർപ്പിച്ചവരാ. UDF എന്ന കാര്യം നമ്മളീ നാടു മറക്കയില്ല. ചോരമണമുള്ളോരാ കാശിനാൽ തിന്നു. ഇതാണ് ആ ഗാനമെന്ന് പറയുന്നത്. അങ്ങ് ചൂരൽ മലയിൽ മാറി നിന്ന് പെയ്തതിനാൽ വന്ന് ശവം തൂക്കികൾ UDF-കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗാനം ആലപിക്കുന്നത്. അതിലൊരു വരി എന്ന് പറയുന്നത് മണ്ണടിഞ്ഞ് പോയവരെ പോലും പറ്റിച്ച, അതായത് 32ഓളം പേരെയും 180ഓളം പേരെയും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. അതിൽ 32 പേർ മരിച്ചതായി 6 മാസം കഴിഞ്ഞ് കണക്കൊക്കെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ മണ്ണടിച്ച് പോയി അവരെ കൂടി പറ്റിക്കുന്ന ശവം തൂക്കികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് പെട്ടെന്നൊന്നും കോൺഗ്രസ്സിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ ഏറ്റവും ഷാർപ്പായ വൈറലായ പാട്ട്. അടുത്തൊരു പാട്ടെന്ന് പറയുന്നത് വീടെവിടെ കോൺഗ്രസ്, തീവട്ടിക്കൊള്ളയുടെ ആപ്പെവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ചോദ്യശരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെയും ഏതാനും ചില ആദ്യ ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് വരുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതാണ് അടുത്ത പാട്ടെന്ന് പറയുന്നത്. ഇനി ഒരു ഗാനം കൂടിയുണ്ട്. ആ ഒരു ഗാനം എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത്, അത് സമഗ്രമായ LDF-ൻ്റെ വികസനത്തെയും വയനാട്ടിൽ ചൂരൽമലയിൽ കണ്ണീരൊപ്പിയതാരച്ച, വയനാട്ടിൽ കണ്ണീരൊപ്പിയത് LDF ആണച്ച എന്ന് പറഞ്ഞുകൊണ്ട് അത് കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൽ ഏറ്റവും വലിയ ഷാർപ്പായ വിമർശനങ്ങളുള്ള 4 മിനിറ്റുള്ള ഒരു പാട്ട് കൂടിയുണ്ട്. ഈ പാട്ടുകളെല്ലാം എല്ലാവരും കേൾക്കുന്നതെന്നായിരിക്കും. ഈ വലിയ പാട്ടിൻ്റെ ഏതാനും ചില വരികൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. വയനാട്ടിൽ ചൂരൽ മലയിൽ കണ്ണീരൊപ്പിയതാരച്ച, വയനാട്ടിൽ കണ്ണീരൊപ്പിയതിൽ LDF ആണെൻ മകനെ. വയനാട്ടിൽ ചൂരൽ മലയിൽ കണ്ണീരൊപ്പിയതാരച്ച, വയനാട്ടിൽ കണ്ണീരൊപ്പിയതിൽ LDF ആണെൻ മകനെ. കോവിഡിൽ പ്രളയക്കെടുതിയിലൊപ്പം നിന്നതുമാരച്ച, മാരികളിൽ കൂടെ നടന്നതും LDF ആണെൻ മകനെ. ലൈഫിന്റെ വീടു നിറഞ്ഞൊരു നാടായി മാറ്റിയതാരച്ച, ലൈഫ് പദ്ധതി സുരക്ഷ ഭവനം തന്നതും LDF മകനെ. 600 പെൻഷൻ 2000 മാറ്റിയതാരച്ച, ക്ഷേമ പെൻഷൻ 2000 LDF മകനെ. വീട്ടമ്മയ്ക്കുള്ളൊരു പെൻഷൻ നൽകിയതാരേ പൊന്നച്ച, വീട്ടമ്മയ്ക്കുള്ളൊരു പെൻഷൻ. ഇത് വളരെ ഭംഗിയായി ഇതെല്ലാം തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 4 കൂടി ചേർന്ന പാട്ടുകളിലാവുമ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള LDF-ൻ്റെ ക്യാമ്പയിനാണ് നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും ഷാർപ്പായി ആദ്യത്തെ 3 പാട്ടുകൾ, ആ 3 പാട്ടുകളിൽ ഉരുകി ഒലിച്ചു പോകുന്ന ഈ പറഞ്ഞ കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ, 4ാമത്തെ പാട്ടിൽ വരുമ്പോൾ വയനാട്ടിലെ കണ്ണീരൊപ്പിയതാരാണ്, ലൈഫ് മിഷൻ വീടുകൾ കൊടുത്തതാരാണ്, ആരാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 2000 ആക്കിയതാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ഇരുണ്ട കാലവും ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ കാലവും തമ്മിൽ വലിയ താരതമ്യം നടത്തുന്ന പാട്ടുകളാണ്.
അപ്പോൾ ഇതെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കെല്ലാം ഈ വയനാട് ഫണ്ട് വലിയ ചർച്ചയാക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജു പി നായർ മാധു സജീവുമായിട്ടുള്ള ഒരു ചർച്ചയിലിരുന്ന് സ്വന്തം കാലേട്ട് തന്നെ വെടിവെച്ചതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം അവരൊരു ഫണ്ട് പിരിച്ചുവെന്നും ആ ഫണ്ട് പിരിച്ചതിൻ്റെ കണക്ക് എവിടെയെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു 20 മിനിറ്റിനകം 92 ലക്ഷം രൂപ 2 മാസത്തിനകം കൃത്യമായി എന്ത് ചെയ്തു CMDRF-ലേക്ക് കൊടുത്തുവെന്നും അത് കഴിഞ്ഞ് 99,000 രൂപ വേണ്ടത് അതും കൂടി കൊടുത്തുവെന്നും എന്നുള്ള കണക്കുകൾ വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ രാജു പി നായരൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം നമുക്കറിയാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ ഹീറോയാകാൻ എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് വീണ്ടും വലിഞ്ഞു കയറാനും അതുപോലെ തന്നെ വീണ്ടും ഒന്ന് MLA ആകാനും ആക്റ്റീവ് ആകാനും ഒക്കെ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു 10 മിനിറ്റിലേറെയുള്ള വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആളുകളെ ഒരു വിഭ്രമിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്താ ഗൗരവമുള്ള കാര്യങ്ങളാണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളുടെ ചുവട്ടിൽ ഒരൊറ്റ ചോദ്യമേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാറുള്ളൂ. ആ ചോദിക്കാനുള്ളത് നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ, വീടെവിടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് രണ്ടിനും മറുപടി പറഞ്ഞാൽ മതി. അതിൽ ഇനിയിപ്പോൾ മറ്റേ DYFIക്കാർ 20 കോടി പിരിച്ചു വന്നിട്ട് ആ 1 കൊല്ലം കഴിഞ്ഞാണ് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ പലിശ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി എനിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോടും കോൺഗ്രസ്സുകാരോടൊക്കെ പറയാനുള്ളത് പലിശയൊക്കെ നിങ്ങൾ എടുത്തു വന്നേ, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ 20 കോടി പിരിച്ചിട്ട് നാട്ടുകാർക്ക് കൊടുക്കുമെങ്കിൽ ആ വീട് പണിത് കൊടുക്കുമെങ്കിൽ ഇനിയിപ്പോൾ പലിശ മാത്രമല്ല, വേണമെങ്കിൽ ഒരു 2-3 കോടി നിങ്ങൾ എടുത്തു, 5 കോടി എടുത്തു, പക്ഷേ ബാക്കി 15 കോടിക്കെങ്കിലും കോൺഗ്രസിനോട് അവിടെ വീട് പണിത് കൊടുക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ദുരന്ത മുഖത്ത് നിന്ന് ഇത്തരത്തിലുള്ള മോഷണം നടത്തരുത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം, ഞാനിങ്ങനൊരു വീഡിയോ ചെയ്താൽ എതിർഭാഗത്തു നിന്നുള്ള ആക്രമണം കുറേ കൂടി ശക്തമാകും, ഈ വിഷയം ലൈവായി നിൽക്കും, അങ്ങനെ കോൺഗ്രസ് തോക്കുമെന്നറിയാം. അങ്ങനെ യഥാർത്ഥത്തിൽ VD സതീശനൊക്കെ ഒരു പണി കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ പണിക്കിറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ ഈ 4 പാട്ടുകളും രാഹുൽ മാങ്കൂട്ടവും രാജു പി നായരിൻ്റെ ഉള്ളിൽ ഇനി അത്തരത്തിലുള്ള ഉദ്ദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹവും തൃപ്പൂണിത്തുറയിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്, കിട്ടിയില്ല. അപ്പോൾ ഇവരെല്ലാം കൂടി സഹായിച്ചത് കൊണ്ടും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരാളെ കുറിച്ച് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. MV നികേഷ് കുമാറും ഉറപ്പായും M സ്വരാജുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിനും കൊണ്ട് ഉറപ്പായും കോൺഗ്രസ് തോക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ പാട്ട് കേൾക്കുന്ന ആരും തന്നെ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള നല്ല കുറേ ആളുകളുണ്ട്, അവർ കൂടി ഇത്തവണ മാറ്റി ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു പിണറായിയുടെ മുമ്പിൽ സുനിൽ കനകോലു തോക്കുമെന്ന്.